അന്തരിച്ച മുതിർന്ന RSS പ്രചാരകനും ജന്മഭൂമി മുൻ മാനേജിംഗ് ഡയറക്ടറുമായ കെ പുരുഷോത്തമന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം പച്ചാളം പൊതുശ്മശാനത്തിൽ നടക്കും. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. അന്തരിച്ച മുതിർന്ന പ്രചാരകൻ കെ പുരുഷോത്തമന്റെ അന്ത്യകർമ്മങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്ന RSSന്റെ പ്രാന്ത കാര്യാലയത്തിൽ അവസാന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൗതികദേഹം ശ്മശാനത്തിലേക്ക് എത്തിക്കും. പത്തോളം പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. നേരത്തെ അറിയിച്ചിരുന്നതനുസരിച്ച് 5 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങ് ആരംഭിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇനി മറ്റു ചടങ്ങുകളിലേക്ക് കൂടി കടക്കുകയാണ്. അതിനുശേഷം ഉടനെ തന്നെ ഭൗതികദേഹം പത്തോളം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്നും വിനോദയാത്രയായിട്ടാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. ഇന്ന് പുലർച്ചെയായിരുന്നു മുതിർന്ന പ്രചാരകരായിട്ടുള്ള കെ പുരുഷോത്തമന്റെ അന്ത്യം സംഭവിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഈ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം രോഗബാധിതനായി കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളായി തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 78 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 1959 അദ്ദേഹം സംഘത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തിൽ തന്നെ അദ്ദേഹം സംഘപ്രവർത്തനത്തിലേക്ക് കടന്നു വരികയും പിന്നീട് 22ാമത്തെ വയസ്സിൽ 1967 അദ്ദേഹം പ്രചാരകനാവുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ താലൂക്ക് പ്രചാരക്, ജില്ലാ പ്രചാരക്, വിഭാഗ പ്രചാരക് എന്നീ ചുമതലകളിലെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്ന രീതിയിൽ 15 വർഷത്തോളം കാലം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കൂടാതെ തന്നെ ജന്മഭൂമി പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. ഈ സമയത്ത് തന്നെ 2007 മുതലാണ് അദ്ദേഹം ഇത്തരത്തിൽ 15 വർഷം ഈ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ചുമതലയിൽ പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ 1997 കാലഘട്ടത്തിൽ അദ്ദേഹം സംഘത്തിന്റെ പ്രാന്ത കാര്യാലയമായിട്ടുള്ള മാധവ നിവാസിൽ അതിന്റെ കാര്യാലയ പ്രമുഖർ എന്ന ചുമതലയിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കർമ്മക്ഷേത്രമായിരുന്നു, അങ്ങനെ നിരവധി വർഷം കർമ്മക്ഷേത്രമായിരുന്നിട്ടുള്ള ഈ മാധവ നിവാസിലാണ് അദ്ദേഹത്തിന്റെ ഈ അന്ത്യ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. മുതിർന്ന പ്രചാരകന്മാർക്കൊപ്പം തന്നെ ശ്രമിച്ചവരടക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി മാധവ നിവാസിൽ എത്തിയിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിനോദയാത്രയായി അല്പസമയത്തിലേക്ക് തന്നെ പൊതുശ്മശാനത്തിലേക്ക് പോകുന്നതായിരിക്കും. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.